പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളോട്. തെറ്റായൊരു കാര്യമാണ്, അനുചിതമായൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം അത് നിഷേധിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരമൊരു കാര്യത്തിനെക്കുറിച്ച് എന്താണ് അങ്ങനെ ഉണ്ടാവാൻ കാരണം, തെറ്റായ ഇത്തരമൊരു കാര്യം ഇങ്ങനൊരു ശബ്ദരേഖയുടെ രൂപത്തിൽ വരാനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിന് ശേഷം പാർട്ടി തീരുമാനമെടുക്കും. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പാർട്ടിയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതവും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ കാര്യത്തിലും ഞങ്ങളെയൊക്കെ പാർട്ടി പൊതുജനങ്ങളുടെ പാർട്ടിയാണ്. ആ അർത്ഥത്തിൽ ആ വിഷയങ്ങളൊക്കെ പാർട്ടി എല്ലാ ഘട്ടത്തിലും പരിശോധിക്കാറുണ്ട്. എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്ന, അദ്ദേഹം അത് ഇന്നലെ നിഷേധിച്ചിട്ടുണ്ട്. എന്താണ് വസ്തുത എന്ന് എനിക്കറിയില്ല. ആ പറയുന്ന കാര്യങ്ങളിൽ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ നിങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തത്. അത് നിങ്ങൾ പരിശോധിക്കുക. ശബ്ദരേഖയിൽ വന്ന കാര്യം ശരിയാണോ അല്ലയോ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് വന്നു എന്ന് നിങ്ങൾ പറയുന്ന പ്രസിദ്ധീകരിക്കപ്പെട്ട ശബ്ദരേഖയിൽ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യമല്ലല്ലോ ഇന്നലെ നിങ്ങൾ ചാനലുകളൊന്നും ചർച്ച ചെയ്തത്. അത് സ്വയം നിങ്ങൾ പരിശോധിച്ച് തിരുത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ 40-45 വർഷക്കാലമായി പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ്. എല്ലാ വിഭാഗം ജനങ്ങളും പരിചയമുള്ള ഒരാളാണ്. അതെനിക്ക് മാത്രമല്ല, ഏത് പൊതുപ്രവർത്തകനും അതുണ്ടാവും. ആ പൊതുപ്രവർത്തകൻ എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള രീതിയിലുള്ള പരിധി വിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിലിപ്പം ഈ ഫണ്ട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു ഇതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫണ്ട് ലഭിക്കുന്നത് ഇപ്പോൾ SFIക്ക് ലഭിക്കുന്നതും CPM ലഭിക്കുന്നതും ജില്ലാ കമ്മിറ്റി അംഗം പോകുമ്പോൾ ലഭിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള ഇത് ശരിക്കും ചർച്ച ചെയ്യേണ്ടതാണോ? അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വിശദീകരണം AC മൊയ്തീൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇന്നലെ വന്ന DYFI നേതാവിന്റെ ആരോപണങ്ങളിൽ മറുപടി പറയുകയാണ് AC മൊയ്തീൻ ചെയ്തത്. AC മൊയ്തീന് വലിയ വലിയ ഡീലിങ്സ് ആണ് എന്നുള്ളതായിരുന്നു ആ ഫോൺ സംഭാഷണത്തിൽ ശരത് പ്രസാദ് നിബിനോട് പറയുന്ന കാര്യം.